ഹായ്, ദിലീഷ് അഗ്രി ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളേ ഞങ്ങളുടെ പുതക്കിഴങ്ങ് കുഴിച്ചിടുന്ന ഒരു വീഡിയോ കുഴിച്ചിടാനതാണ് അടുത്ത് കണ്ടോ. ഇത് നാടൻ വിത്താണ്. ഇത് കുഴിച്ചിടേണ്ടത് മകരമാസത്തിൽ മരം കയറണം എന്നാണ് പറയുന്നത്, പണ്ടത്തെ പഴമക്കാരൊക്കെ പറയുന്നത്. ഇത് നാടൻ വിത്ത്, അത് വെയിറ്റ് കുറവാണ്. ഇത് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വിത്താം. ഇത് നല്ല വെയിറ്റ്, അത് കാമ്പ് ഇപ്പോഴും നല്ല കനത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കൂടെ കുഴിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചാക്കിലാണ് കുഴിച്ചിട്ടുള്ളത്. ചാക്കിലെന്ന് വെച്ചാൽ ചവല ഞാൻ ആദ്യമായിട്ട് ഇട്ടിട്ട് ചെയ്യണ്ട. ചവല കുറേ കഴിഞ്ഞാൽ ഇത് മണ്ണായിക്കോളും. ഇപ്പം 4 ചാക്കാണ് ഇവിടെ നിറയ്ക്കുന്നത്. ഈ 4 ചാക്കിൽ അടിയിൽ ചവലിട്ടതിന് ശേഷം ഇതിൽ ചാണകവെള്ളം ഞങ്ങളായിട്ട് ഒഴിക്കും. ചാണകവെള്ളം ഒഴിച്ചാൽ എന്താ വെച്ചാൽ ഈ ചവല പെട്ടെന്ന് പൊടിഞ്ഞോളും, ഭയങ്കര വളമായി മാറും. ഉണ്ടോ, ചാണകവെള്ളം ഒഴിക്കുക. എന്നതിന് ശേഷം ഇതിൽ നമുക്ക് 1 ബക്കറ്റ് മണ്ണായിട്ട് ചെയ്യുന്നത് കേട്ടോ. ഓരോന്നിലും ഓരോ ബക്കറ്റ് മണ്ണിടും. മുഴുവൻ ഞങ്ങൾ കുറച്ച് മണ്ണ്, 1 ബക്കറ്റ് മണ്ണൊക്കെ ഇട്ട് ലെവലാക്കി നിർത്തിയതാണ്. ഇനി എന്താ ചോദിച്ചാൽ ഒരു ചാണകവെള്ളം പറഞ്ഞതിൻ്റെ ഇത് പറഞ്ഞല്ലോ, ഞാൻ പെട്ടെന്ന് പൊടിയാൻ വേണ്ടിയിട്ടാണ് ചാണകവെള്ളം പറഞ്ഞത്. എന്നതിന് ശേഷം ഇത് 4 എണ്ണം എന്നിട്ട് ഓരോന്നിലോരോ തടായിട്ട് ആഴത്തിലൊക്കെ ആയിട്ട് കുഴിച്ചിട്ട് മണ്ണ് ഇതേമാതിരി നീക്കി കൊടുക്കുക ചെയ്യട്ടോ. പിന്നെ ഇതിന് മുകളിൽ വേര് മുകളിൽ വരിക. ഈ വേരാണ് ഇതിന് വരിക. പിന്നെ ഇതൊക്കെ കായാകുമ്പോൾ മാത്രമേ, ഇത് വിത്താണ്, വിത്ത് കായ് കഴിഞ്ഞ ശേഷം വേരുള്ളൂ. ഇതാണ് ഇതിൻ്റെ തായ് വേരുകൾ വരേണ്ട, നല്ല വേരുകളാണ് വരുന്നത്. അത് ഇങ്ങനെ കുഴിച്ച് വെക്കുക. ഇതുണ്ടോ, വേരുകളൊക്കെ വന്നിട്ടില്ലേ, നല്ല വേരാ. ഇത് കട്ടിലിൻ്റെ ഓട്ടം ഞങ്ങൾ വെച്ച്, കട്ടിലിൻ്റെ ഓട്ടം മേലോട്ട് വന്നതിന് ശേഷം ഞങ്ങളിത് കാണുന്നത്. ഞങ്ങൾ അങ്ങനെ ചെയ്യരുത്. റൂമിൻ്റെ ഉള്ളിൽ വെക്കുക. മഴ ഇരുട്ട് മുറിയിൽ അത് വെക്കണ്ടേ. വലിയ കർഷകരൊന്നും അത് ചെയ്യേണ്ടാവില്ല കേട്ടോ. ചെറിയ കർഷകരായ ഞങ്ങളെ പോലത്തെ ആൾക്കാർ ആ പണ്ടത്തെ രീതി ചെയ്യണം. എന്നതിന് ശേഷം മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട്. മണ്ണിര കമ്പോസ്റ്റ് മുകളിലാണല്ലോ അതിൻ്റെ വേര്, അതിനോണ്ടാണ് മുകളിൽ വളർന്നത്. ഇങ്ങനെ ഇട്ട് ചെയ്യുന്നുണ്ട്. മണ്ണിര കമ്പോസ്റ്റിന് ഏറ്റവും നൈട്രജൻ അടങ്ങിയ വളമാണ്. പശുവിൻ്റെ ചാണകവും തോലും മാത്രമാണ് അതിൽ. ഇങ്ങനെ ഇത് ഞങ്ങൾ ചെയ്യൽ എങ്ങനെയാ വെച്ചാൽ, നല്ല വെയിലുള്ള സ്ഥലത്ത് മരത്തിൻ്റെ ചോട്ട് കയറ് കെട്ടിയാണ്ട് കൊടുക്കുക. അപ്പോൾ അതിൽ മുകളിൽ ഇട്ടെന്നിട്ട് പൊന്തിപ്പോയിക്കും. പിന്നെ നമ്മൾ നോക്കണം. അത് ഇതുകൊണ്ട് ഞങ്ങൾ വേറൊരു ചാക്കിൽ, കുറച്ചുകൂടി ചാക്കിൽ മണ്ണ് നിറയ്ക്കാണ്ട്, ഞാൻ ഇപ്പോൾ സമയമില്ലാത്തതിനോടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പോസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാൽ, എനിക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റ് ഇടുന്നത്.